ജൂലൈ 24 വ്യാഴാഴ്ച അതിവിശിഷ്ടമായ കർക്കിടക വാവ് ആചരിക്കപ്പെടുകയാണ്. എല്ലാ വർഷവും ബലിയിടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാലും പലവിധ സംശയങ്ങളുണ്ട് ആളുകൾക്കിടയിൽ ഇപ്പോഴും. ആർക്കൊക്കെ ബലിയിടാം, ആർക്കൊക്കെ ബലിയിടാൻ കഴിയില്ല, ഇനി മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾക്ക് ബലിയിടാൻ സാധിക്കുമോ, അതുപോലെ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഈ കർക്കിടക വാവു ബലി നമ്മൾക്കിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിവിധി എന്താണ്, പിതൃക്കൾ നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് അറിഞ്ഞു വരാം. അതിനു മുൻപായിട്ട് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കറിയാം, മലയാള മാസത്തിലെ 12ാമത്തെ മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്റെ മാസമാണ്. ചന്ദ്രനെയാണ് നമ്മൾ പിതൃലോകമായി കണക്കാക്കുന്നത്. കറുത്തവാവ് എന്നാൽ പിതൃക്കളുടെ ദിവസവുമാണ്. അതിനാൽ ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വരുന്ന ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കർക്കിടകവാവ് ദിവസം പിതൃബലി ഇട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുകയും തന്മൂലം അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവോളം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഏതൊരു സാഹചര്യത്തിലും നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ തീർച്ചയായും നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. മറ്റെന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്താലും പിതൃപ്രീതി ഇല്ലെങ്കിൽ ഒന്നിലും പൂർണ്ണ അനുഭവസിദ്ധി കൈവരികയില്ല എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിൽ അനുഭവവേദ്യവുമാണ്. പല കാര്യങ്ങളും ഈശ്വര സാന്നിധ്യമുണ്ടെങ്കിലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും എന്തോ ഒരു തടസ്സം എവിടെയോ ഉണ്ട് എന്ന് നമ്മൾക്ക് പല സാഹചര്യങ്ങളിലും തോന്നിയിട്ടുണ്ടാവും അല്ലേ. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുന്നില്ല, അല്ലെ പിതൃദോഷമുണ്ട്, അവർ തൃപ്തരല്ല എന്നൊക്കെ ആചാര്യന്മാർ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമുണ്ടാവും. ഇതൊക്കെ വളരെ അച്ചട്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടക വാവു ബലി ദിവസം പിതൃക്കളെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഏതൊരു ആപത്ഘട്ടങ്ങളിലും നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ തീർച്ചയായിട്ടും നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ പലരും ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈശ്വരന്മാർ കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മുടെ പിതൃക്കളെ ഒന്ന് സ്മരിച്ച് അവരുടെ ഒരു അനുഗ്രഹം തേടുന്നവരാണ് നമ്മളിൽ പലരും. നമ്മുടെ ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അതായത് നമ്മളുടെ ഒരു വർഷം, അതായത് 365 ദിവസം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് അത് വെറും ഒരു ദിവസമാണ്. ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ നീക്കിവെക്കുക. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. ഇതുകൊണ്ടാണ് മറ്റെല്ലാ മാസങ്ങളിലും കറുത്തവാവ് വരുന്നുണ്ടെങ്കിലും കർക്കിടകത്തിലെ കറുത്തവാവ് അല്ലെങ്കിൽ വാവുബലി പ്രാധാന്യമുള്ളതായി തീരുന്നത്. പ്രതിമാസം അമാവാസിക്ക് ശ്രാദ്ധം ചെയ്യുന്നവരുണ്ട്. അതായത് എല്ലാ മാസവും അമാവാസി വരുമ്പോൾ ശ്രാദ്ധം ചെയ്യുന്നവരുണ്ട്. അതിന് നമ്മൾ പാർവണ ശ്രാദ്ധം എന്നാണ് പറയുക. പിതൃക്കളെ ഉദ്ദേശിച്ച് നാം നൽകുന്ന നിത്യഭക്ഷണമാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്. ശ്രദ്ധയോടെ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ബലിക്ക് ശ്രാദ്ധം എന്ന പേര് വന്നിരിക്കുന്നത്. കർക്കിടക അമാവാസി ദിനത്തില് ദേവന്മാരുടെ മധ്യാഹ്ന വേളയോടൊപ്പം പിതൃക്കളുടെ മധ്യാഹ്ന വേളയും ഒത്തുചേരുന്നു. ഈ സമയം രണ്ടു കൂട്ടരും ഭക്ഷണ സ്വീകരണത്തിന് സജ്ജരായിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരേ ഒരു ദിനമാണ് ഈ കർക്കിടക അമാവാസി എന്ന് പറയുന്നത്. അതിനാൽ പിതൃബലി ദേവ സാന്നിധ്യത്തോടെ നടത്താൻ ഇത്ര ഉത്തമമായ സമയം വേറെയില്ല എന്ന് തന്നെ പറയാം. ഇനി ഒരു വർഷം ബലി മുടങ്ങിയാൽ അടുത്ത വർഷം നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിനു മുൻപ് 11 പേർക്ക് ദാനം നൽകണം എന്നാണ് വിശ്വാസം. പിതൃപ്രീതി ഇല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്കാണ് കൂടുതൽ ദോഷം വരിക എന്നാണ് വിശ്വാസം. അതായത് സന്താനങ്ങൾ ഇല്ലാതിരിക്കുക, സന്താനങ്ങൾക്ക് അടിക്കടി ഇങ്ങനെ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നിവയെല്ലാം പിതൃപ്രീതി ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിതൃശാന്തി വരുത്തിയാൽ സന്താനങ്ങൾക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം. മക്കൾ അച്ഛനമ്മമാർക്ക് വേണ്ടി ബലിയിടാം, എന്നാൽ തിരിച്ച് അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ബലിയിടാൻ പാടില്ല. ആചാര്യന്മാർ പറയുന്നത് ഏതൊരു വ്യക്തിക്കും ബലിയിടാം എന്നതാണ്, അതിൻ്റെതായ ചിട്ടകൾ പാലിച്ചുകൊണ്ട്. അതായത് പുല, വാലായ്മ, പീരീഡ്സ് സമയം, ഈ സമയങ്ങളിലൊന്നും ഒരിക്കലും നമ്മൾ ബലിയിടാൻ പാടില്ല. പുലയാണെങ്കിൽ 16 ദിവസവും വാലായ്മയാണെങ്കിൽ 11 ദിവസവും കഴിയണം എന്നാണ് പറയുന്നത്. ഇനി പൊതുവെയുള്ള ഒരു സംശയമാണ്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾക്ക് ബലിയിടാൻ കഴിയുമോ എന്നത്. തീർച്ചയായിട്ടും പൂർവികർക്ക് വേണ്ടി, അതായത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ പൂർവികർക്ക് വേണ്ടി ബലിയിടാവുന്നതാണ്. അതായത് നമ്മുടെ എത്രയോ തലമുറകൾക്ക് മുൻപുള്ളവർക്ക് വേണ്ടി 21, 41 ഒക്കെ തലമുറകൾക്ക് മുൻപുള്ളവരെ സങ്കല്പിച്ചു വരെ ബലിയിടാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്.
അതായത് നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ നമ്മൾക്ക് അറിയാവുന്ന ആ പൂർവികർക്ക് വേണ്ടിയെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കൊച്ചുമക്കൾക്ക് ബലിയിടാം എന്നാണ് പറയുന്നത്. ഇനി അച്ഛനും അമ്മയ്ക്കും ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ബലിയിടാൻ, ആരോഗ്യ കുറവ് മൂലമോ ഒക്കെ ബലിയിടാൻ പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടിയിട്ട് കൊച്ചുമക്കൾക്ക് ബലിയിടാൻ കഴിയും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി അതൊന്നുമല്ല, നമ്മുടെ മനസ്സിനോട് അത്രമേൽ ചേർന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും, ആ വ്യക്തിയെ സങ്കല്പിച്ചും ആത്മശാന്തിക്ക് വേണ്ടിയും, അത് വേണമെങ്കിൽ നമ്മുടെ ഗുരുനാഥൻ പോലും ആകാം, നമ്മുടെ മനസ്സിനോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഗുരുനാഥന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പോലും ഒരു വ്യക്തിക്ക് കർക്കിടക വാവ് ബലി ദിവസം ബലി ദർപ്പണം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്കും സ്വസ്ഥതയുണ്ടാകില്ലെന്നാണ് വിശ്വാസം. ആയുസ്, സന്താന സൗഖ്യം, ധനം, സ്വർഗം, മോക്ഷം, സുഖം, വിദ്യ തുടങ്ങിയ പല ഗുണങ്ങളും പിതൃമോക്ഷ കർമ്മങ്ങളിലൂടെ വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കർക്കിടക വാവിന് വ്രതം അനുഷ്ഠിക്കുമ്പോഴും ബലിയിടുമ്പോഴും പാലിക്കേണ്ട പല കാര്യങ്ങളും ചിട്ടകളുമുണ്ട്. ഇത് പാലിച്ചു ചെയ്താൽ മാത്രമേ ചെയ്യുന്നതിന്റെ ഗുണം ലഭിക്കൂ എന്ന് വേണം പറയുവാനായിട്ട്. ജലാശയങ്ങളുടെ തീരത്താണ് ശ്രാദ്ധം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നല്ലത്. തലേന്ന് തന്നെ ഇതിനായി നമ്മൾ ഒരിക്കൽ ആചരിക്കേണ്ടതായിട്ടുണ്ട്. തലേദിവസം കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി ഒരു നേരം മാത്രം അരിയാഹാരം, തൈരോ മറ്റോ കൂട്ടി നമുക്ക് കഴിക്കാം. ഉള്ളി പോലുള്ളവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. മത്സ്യ മാംസാദികൾ തലേന്നും അന്നും പാടില്ല. ബ്രഹ്മചര്യവും ഈ 2 ദിവസങ്ങളിലും പ്രധാനമാണ്. എള്ള്, ദർഭ, മന്ത്രം എന്നിവ ഏറെ പ്രധാനപ്പെട്ടതാണ്. ചെറുള, തുളസി തുടങ്ങിയ പുഷ്പങ്ങളാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. ഉണങ്ങലരി വേവിച്ചതും ഉപയോഗിക്കുന്നുണ്ട്. കുളിച്ച ഈറനോട് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നാക്കിലയിൽ ദർഭപ്പുല്ല് വെച്ച് പിതൃക്കൾക്ക് അന്നവും നീരും നൽകുന്നു എന്നാണ് വിശ്വാസം. ഈ സമയത്ത് മന്ത്രോച്ചാരണം പതിവാണ്. ബലിയിട്ട ശേഷം ക്ഷേത്ര ദർശനമാവാം. എന്നാൽ കുളിച്ചിട്ട് മാത്രമേ ക്ഷേത്രത്തിൽ നമ്മൾ കയറാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ബലിയിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അന്നേ ദിവസം, അതായത് നമ്മൾ തലേദിവസം ഒരിക്കലൊക്കെ നോക്കി വ്രതമെടുത്തിട്ടാണ് ബലിയിടാൻ പോവുക. ആ ബലിയിട്ടതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷവും എല്ലാ ചിട്ടകളും നമ്മൾ അന്നും കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ബലിയിട്ട് കഴിഞ്ഞല്ലോ, എന്നാൽ ഇനി നോൺ വെജ് ഒക്കെ കഴിക്കാം, എല്ലാം സാധാരണപടിയാകാം എന്ന് വിചാരിക്കരുത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കർമ്മത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണതയോടുകൂടി ചെയ്യുക എന്നതാണ്. ഈ ബലിയുടെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു ആചാരമാണെങ്കിലും, അല്ലാതെ വെറും ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അന്നേ ദിവസവും തലേ ദിവസത്തെ പോലെ അല്ലെ, അന്നേ ദിവസം ആ ഉച്ചവരെ നമ്മൾ എങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവോ, എങ്ങനെ ചിട്ടകൾ പാലിച്ചുവോ, അതേ ചിട്ടയോടുകൂടി നമ്മൾ അന്നേ ദിവസവും കഴിച്ചു കൂട്ടേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഏതൊരു കാര്യത്തിനും പിതൃക്കളുടെ അനുഗ്രഹം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈശ്വര അനുഗ്രഹത്തിനോടൊപ്പം പിതൃക്കളുടെ അനുഗ്രഹം കൂടിയില്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടാൻ തുടങ്ങും. അത് നമ്മൾക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി നിർത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു ഹോമമാണ് തില ഹോമം എന്ന് പറയുന്നത്. ശ്രാദ്ധ ദിനത്തിലൊക്കെയാണ് സാധാരണയായിട്ട് ഇത് ചെയ്തു വരിക. അമാവാസി ദിനങ്ങളിലും ചെയ്യാറുണ്ട്. കർക്കിടക വാവ് ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീരസത്തിൽ നിൽക്കുന്ന പിതൃക്കളുടെ ഒരു ഭാവം നമ്മളുടെ മേൽ ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സർവ്വ ഐശ്വര്യവും അവരുടെ അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടി തില ഹോമം നടത്തുന്നത് വളരെ ഐശ്വര്യമാണ്. കർക്കിടക വാവ്, അമാവാസി, ശ്രാദ്ധ ദിനം തുടങ്ങിയ ദിവസം പ്രത്യേകമായി നമുക്ക് ചെയ്യാവുന്ന ഒരു ഹോമമാണ് ഈ തിലഹോമം എന്ന് പറയുന്നത്. ചിലർ ജന്മനക്ഷത്ര ദിവസത്തിൽ അല്ലെങ്കിൽ ഗുരുഹിതം പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ശുഭദിനത്തിലൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അങ്ങനെ കർക്കിടക വാവ് ദിവസം നമ്മൾ ചെയ്യുന്ന ഈ ശ്രാദ്ധം മൂട്ടല് പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും ഗയയിലും കാശിയിലും രാമേശ്വരത്തും ബലിയിടുന്നത് വളരെ വിശേഷമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ വീടുകളിൽ ബലിയിടാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനവന്റെ വീടുകളിൽ ബലിയിടുന്നതും വളരെ നല്ല ഒരു കാര്യമാണ്. അങ്ങനെ കർക്കിടക വാവ് ബലി അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി ഇടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിൽ നിന്നും പിതൃക്കളുടെ എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.